ഹേ ഗൈസ്, അപ്പം ഞാൻ ഇന്നൊന്ന് പള്ളി വരെ പോവാണ്. വേറൊന്നുമല്ല, ഇന്ന് ഞങ്ങളുടെ കൊച്ചച്ഛൻ സ്ഥലം വരെ പോവാം. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ വികാരിച്ചും പോയി. ഇന്ന് കൊച്ചച്ഛൻ പോവാം. അപ്പോൾ കൊച്ചച്ഛനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക്. രാവിലെ തന്നെ അച്ഛൻ സ്ഥലം മാറി പോകുന്നതുകൊണ്ട് ഒരുപാട് ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെന്ന വഴി തന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിറങ്ങി ആൾക്കാരെയൊക്കെ കണ്ടു. കൊച്ചച്ഛനോട് പിള്ളേർക്കെല്ലാം ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് പിള്ളേരൊക്കെ വളഞ്ഞു നിന്ന് ആക്രമിക്കരുതെന്ന് പറയും. ആക്രമമൊന്നുമല്ല, ലാസ്റ്റായിട്ട് പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എല്ലാവരും കൂടി യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച വികാരിച്ച് പോയപ്പോൾ നമുക്ക് കൊണ്ടുവിടാനൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അച്ഛൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവിടണ്ട, എന്നെ ആരും കൊണ്ടുവിടണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ കൊച്ചച്ഛനെ നമ്മൾ കൊണ്ടുവിടാനായിട്ട് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും അങ്ങനെ ഒരു കാറിൽ ഇടം പിടിച്ചു. നമ്മളോട് യാത്ര തിരിച്ച് നേരെ കൊച്ചച്ഛൻ പോകാൻ പോകുന്ന പള്ളിയിലോട്ടോ പോകുന്നത്. അതായത് അച്ഛൻ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന പള്ളി. അങ്ങനെ നമ്മളവിടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ നിന്ന് കുറച്ചധികം ആൾക്കാർ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ എല്ലാവരും അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛനെ അവരെല്ലാവരും വെൽക്കം ചെയ്ത് അവിടെ ചെന്നിട്ട് ചെറിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ മുറിയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടോ. അങ്ങനെ അച്ഛൻ്റെ താക്കോലൊക്കെ കൊടുത്ത് അച്ഛൻ്റെ മുറിയിലോട്ട് കയറി. അപ്പോൾ അച്ഛൻ്റെ മുറിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ അച്ഛൻ്റെ നെയിം ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങളെല്ലാവരെയും വന്ന് കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബൈ പറഞ്ഞു പോകും.